നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ മൂകസാക്ഷികളാണ് ഈ പെൻഗ്വിനുകൾ. ഇത് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം പഞ്ചായത്തിൽ മലപ്പട്ടം മുനമ്പുകടവ് ടൂറിസം എന്ന പേരിൽ നടത്തിയിരിക്കുന്ന വൻ തീവെട്ടിക്കൊള്ളയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ടിൽ മരമുറിയിനേക്കാളും ഭീമമായ വലിയൊരു കൊള്ളയാണ് കണ്ണൂർ ജില്ലയിൽ നടത്തിയിരിക്കുന്നത്. നിരവധി തവണ അതിൻ്റെ വിവരാവകാശം അന്വേഷിച്ച് അപേക്ഷകൾ സമർപ്പിച്ചുവെങ്കിലും കൃത്യമായ ഒരു മറുപടി ഒരു വകുപ്പിൽ നിന്നും ലഭ്യമായില്ല. നിങ്ങൾ നോക്കുക, എത്ര മനോഹരമായ ഒരു പുഴയാണ് മുനമ്പുകടവ് ശ്രീകണ്ഠപുരം വളപട്ടണം പുഴ. ഈ പുഴയുടെ ഓരത്ത് മലപ്പട്ടം മുനമ്പുകടവ് എന്ന പദ്ധതി കോടികൾ ചിലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ കാട് കയറിയ അവസ്ഥയിലും ഇത് അതിൻ്റെ പ്രധാന കവാടമാണ്. ഇതെല്ലാം കാട് കയറി മൂടിയ അവസ്ഥയിലും കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ചിലവഴിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ പല പല ടൂറിസം പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങൾ ചിലവഴിക്കും. ഇത് നോക്കുക, ഇത് നല്ല ഫസ്റ്റ് ക്ലാസ് ഗ്രാനൈറ്റാണ് 3 മീറ്റർ വീതിയിൽ ഫുട്പാത്തായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ പുഴയോരത്തു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇത് മുഴുവൻ കാട് കയറിയിരിക്കുന്നു. ഇവിടെ ഗ്രാനൈറ്റിൻ്റെ ബെഞ്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചതാണ്. ഇതാണ് പെൻഗ്വിനുകൾ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് ആണിത്. ഇതും തീർത്തും കാട് കയറിയ അവസ്ഥയിലും മറ്റ് കാട്ടുപന്തകൾ വളരാതെ കാട്ടുപള്ളികൾ കയറി ഈ കെട്ടിടം സംരക്ഷിച്ചു പോരുന്നു. ഇതും ഗ്രാനൈറ്റ് പാകിയ നടപ്പാതയാണ്. ഇതെല്ലാം കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇത് ഡ്രസ്സിംഗ് റൂമോ ബാത്റൂമോ അങ്ങനെ മറ്റെന്തോ ആണ്. ഇതൊരു പാർലറാണെന്ന് തോന്നുന്നു. ഇതും കാട്ടുപള്ളികൾ കയറി ആരും കയറാതെ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഇങ്ങനൊരു ഡോറിനൊക്കെ എത്ര രൂപ വില വരും? അത്രയ്ക്കും ഒരു നാശത്തിൻ്റെ വക്കിലാണ് ഈ കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തിയായ മലപ്പട്ടം മുനമ്പുകടവ് ടൂറിസം പദ്ധതി എന്നത്. ഇതൊരു പെൻഗ്വിനാണ് കാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഉപയോഗശൂന്യമായി കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാനൈറ്റിൻ്റെ ബെഞ്ചുകൾ 100 കണക്കിന് എണ്ണമാണ് ഇവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ പല ടൂറിസം പദ്ധതികളും വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. രാഷ്ട്രീയക്കാർക്കും കോൺട്രാക്ടർമാർക്കും കിട്ടേണ്ട തുക കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ബില്ല് എഴുതിയെടുത്ത് അവിടെ നിന്ന് തടി കഴിച്ചിലാക്കി ഇങ്ങനെ നിർമ്മിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മുഴുവൻ പിൽക്കാലത്ത് കാട് കയറിയ അവസ്ഥയിലാണ് പല സ്ഥലത്തും കാണുവാനുള്ളത്. നമ്മുടെ നാട്ടിൽ AI ക്യാമറ നാട് നീളെ സ്ഥാപിച്ചും മദ്യത്തിന് വില കൂട്ടിയും പോലീസിനെ ടൗണിലിറക്കി പെറ്റിയടിപ്പിച്ചും ഭൂനികുതി കൂട്ടിയും കറണ്ട് ബില്ല് കൂട്ടിയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും തിന്നു സൂഹിക്കുവാനും അർമാദിക്കുവാനുള്ള പണം പാവപ്പെട്ടവനെ പിഴിഞ്ഞ് ചൂഷണം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ടൂറിസം മേഖലയിൽ നിന്നൊന്നും വരുമാനം നേടുന്നതിനോ ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാന മാർഗമാക്കി മാറ്റുന്നതിനോ നമ്മളെ ഭരിക്കുവാൻ വേണ്ടി പോയിരിക്കുന്ന കാട്ടുകള്ളന്മാർക്ക് താല്പര്യമില്ല എന്നതാണ് സത്യം. ഇവിടെയെല്ലാം നമ്മുടെ നാട്ടിലുള്ള സ്കൂൾ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും വിശ്രമിക്കുവാനും വിനോദസഞ്ചാരത്തിനും കുട്ടികൾക്കെല്ലാം സ്കൂളിൽ നിന്നെല്ലാം വിനോദയാത്ര വരികയാണെങ്കിൽ പുഴയെ അറിയുവാനും പുഴയിലൂടെ ബോട്ട് സർവീസ് നടത്തി അവരുടെ ജീവിതത്തിൽ എന്താണ് പുഴയിലൂടെയുള്ള ബോട്ട് സർവീസ് എന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എത്ര മനോഹരമായി സംരക്ഷിച്ചു പോരാവുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മരമടക്കം ഒടിഞ്ഞു വീണ് നോക്ക്, ഈ കെട്ടിടത്തിൻ്റെ മുകളിലോട്ടാണ് മരം ഒടിഞ്ഞു വീണിരിക്കുന്നത്. അതുപോലും മുറിച്ചു മാറ്റുവാനുള്ള ഒരു നടപടിയും ഇതുവരെയും ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളും എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായി തോന്നുന്നത്. ഇതെല്ലാം കുടുംബശ്രീ പോലെയുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ച് നാട്ടിലുള്ള പണക്കാർക്കും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പറമ്പിൽ തെങ്ങിന് തടമെടുക്കുന്നതിനും നീർക്കുഴി ഒഴിക്കുന്നതിനും കുടുംബശ്രീ പ്രവർത്തകരെയും അതുപോലെ തൊഴിലുറപ്പ് പ്രവർത്തകരെയും പറഞ്ഞുവിടാതെ ഇങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മോടി പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സംരക്ഷണ ചുമതല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പിൻ്റെ ആൾക്കാരെ ഏൽപ്പിച്ച് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് കൂലിയും കൊടുത്ത് ബാക്കി വരുന്ന തുക ഗവൺമെൻറ്റിലോട്ട് ഇതിൻ്റെ സംരക്ഷണത്തിനായി മാറ്റിവെക്കുകയാണെങ്കിൽ എത്രയോ ഉപയോഗപ്രദമായ രീതിയിൽ നല്ല രീതിയിൽ സംരക്ഷിക്കാവുന്ന ഒരു നിർമ്മിതിയാണ് ഇങ്ങനെ അന്യാധീനപ്പെടുത്തി കളയുന്നത്. ഇതൊന്നും കാട് തെളിച്ച് ഒരു ചെടി വെച്ച് പിടിപ്പിക്കുവാൻ പോലും കഴിവില്ലാത്ത നമ്മുടെ ഭരണ സംവിധാനങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നോർക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ്.
മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതല്ലാതെ ഇങ്ങനെയുള്ള മേഖലകളിലെ വിനോദസഞ്ചാരത്തിൻ്റെ നിർമ്മിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഇതിൻ്റെ ഉപയോഗം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുത്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇതിനെ വൃത്തിയായി സംരക്ഷിച്ച് ഒരു നിശ്ചിത ഫീസും ഏർപ്പെടുത്തി ഇതെല്ലാം ഉപയോഗത്തിൽ കൊണ്ടുവന്ന് ജനങ്ങളെ കൂടുതലായി ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി പരസ്യവും ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ഇതൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത് എത്രയോ ബെഞ്ചുകളാണ്, അതും നല്ല ഗ്രാനൈറ്റിൻ്റെ ബെഞ്ചുകൾ മുഴുവൻ ചെളിയും കയറി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ നേരെ മലപ്പട്ടം പാലത്തിലേക്ക് വരിക. മലപ്പട്ടം പാലത്തിൽ വന്ന് താഴോട്ട് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായി ഒരു വള്ളം കിടക്കുന്നത് കാണാം. ഈ വലതുവശത്ത് കാണുന്നതാണ് ഈ സ്ഥലം. ഇതാണ് മുനമ്പ് കടവ് എന്ന് പറയുന്ന സ്ഥലം. ശ്രീകണ്ഠപുരം പുഴയും ഇരിട്ടിപ്പുഴയും വന്ന് ചേരുന്ന സംഗമ സ്ഥാനമാണ്. ഇവിടെ നിന്നാണ് വളപട്ടണം പുഴയായി മാറുന്നത്. ഈ വലതുവശത്ത് കാണുന്ന സ്ഥലത്താണ് ഈ കോടിക്കണക്കിന് രൂപ വെള്ളത്തിൽ കൊണ്ടുപോയി തട്ടി കാട് കയറ്റി നശിപ്പിച്ചിട്ടിരിക്കുന്നത്. ഈ പാലത്തിലൂടെ വന്ന് നിങ്ങൾ മലപ്പട്ടം റോഡിൽ 100 മീറ്റർ പോകുമ്പോൾ വലതുവശത്തേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അതിലെ താഴേക്ക് വന്ന് പാലത്തിൻ്റെ അടിയിലൂടെ നേരെ ഈ കാണുന്ന സ്ഥലം ലക്ഷ്യമാക്കി പോയാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന തോന്നിവാസം, പൊതുജനങ്ങളുടെ നികുതി പണം, ടൂറിസം എന്ന പേരിൽ നശിപ്പിച്ചിട്ടിരിക്കുന്ന സങ്കടകരമായ കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും എന്താണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇവിടെ പോയിട്ടുള്ളവർ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ ഭരിക്കാൻ വേണ്ടി ഇവിടെ നിന്നെല്ലാം തിരഞ്ഞെടുത്ത് പോയിരിക്കുന്ന ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ നാണമുള്ളവരാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വൃത്തിയാക്കി ഇതിൻ്റെ സംരക്ഷണ ചുമതല ഏതെങ്കിലും ഒരു ഏജൻസിയെ, തൊഴിലുറപ്പ് പോലെ കുടുംബശ്രീ പോലെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയി ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ഏതെങ്കിലും കാലത്ത് ആക്കി തീർക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.